ഞാൻ ജാനകി പവിത്രൻ, കോഴിക്കോട് കോട്ടൂളിയിൽ നിന്ന് വരുന്നു. പായസത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ശർക്കര, അട, നെയ്യ്, ചവ്വരി, കോക്കനട്ട് മിൽക്ക്, ഏലക്കായ, അണ്ടിപ്പരിപ്പ്, മുന്തിരി. അട ഒന്ന് തിളച്ച വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര ഇതിലേക്ക് ഇടാൻ പോവണേ. തേങ്ങാ പൗഡർ വെള്ളത്തിൽ കലക്കി വയ്ക്കുന്നുണ്ട്. പായസത്തിന് അട അടുപ്പത്ത് വയ്ക്കുകയാണ്. പായസത്തിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. അട നന്നായിട്ട് ശർക്കരപ്പാനിയിൽ നന്നായിട്ട് വെന്ത് ചേർന്നതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഏലക്കാപ്പൊടി. അപ്പം വീണ്ടും ഒരു അടപ്രഥമൻ സാധാരണ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലോ. ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു മത്സരത്തിൻ്റെ ഫിനാലയിൽ ഏറ്റവും ലാസ്റ്റ് റൗണ്ടിൽ ഇത് ഫൈനൽസിൽ ഇത് കിട്ടുന്ന പ്രതീക്ഷയോ? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഒരു ഫ്ലോറിൽ വന്ന് നിന്നിട്ട് മാമിൻ്റെ കൂടെ ഒന്ന് എന്താ പറയുക, ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അയച്ചത്. അപ്പോൾ നിങ്ങളെ രണ്ടുപേര് കൂട്ടത്തിൽ നിന്നിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് സന്തോഷം അല്ലേ. പിന്നെ സിമ്പിൾ പായസമല്ല പ്രതീക്ഷിക്കില്ല, എപ്പോഴും വെറൈറ്റികൾ കൊണ്ടുവരാനാണ്. അപ്പോൾ പിന്നെ ഇത് സിമ്പിളായതിനെ കൊണ്ട് വലിയൊരു പ്രശ്നമൊന്നും തോന്നിയില്ല. അവിലും പഴം തന്നപ്പോഴും വളരെ സിമ്പിൾ, കുഴപ്പമില്ലാന്ന് തോന്നി. ഓക്കെ, ഫൈനൽസ് ആണ് ഇപ്പോൾ ഏറ്റവും സിമ്പിൾ. ഷമി ആൻഡ് ഫൈനൽ. എന്തായിരിക്കും സിഗ്നേച്ചർ, എന്തായിരിക്കും ഡിഫറെന്റ് ആയിട്ട് എല്ലാവരും കാട്ടിലും എന്തായിരിക്കും തോന്നുന്നത്? ഒരു വൗ ഫാക്ടർ. നെയ്യ് ഒഴിച്ചിട്ട് ശർക്കര, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ വേറിട്ട് നിൽക്കാൻ എന്താ, ഞങ്ങളെ ഇംപ്രസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവോ? ഇല്ല, വേറൊന്നും ചേർത്തില്ല. ഞങ്ങൾ എല്ലാരും ഇംപ്രസ്ഡ് ആയി. അല്ല, അങ്ങനെയല്ല, നമ്മൾ തന്ന കാര്യങ്ങളല്ലേ ചേർക്കാൻ പറ്റുള്ളൂ, വേറൊന്നും ചേർക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ തന്നെ ഈ നമ്മളിപ്പോൾ മത്സരിക്കുന്ന ഈ നിങ്ങൾ 6 പേരും കൂടെ മത്സരിക്കുന്നത് സ്വാദിന്റെ കാര്യത്തിലാണ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അടപ്രഥമൻ ഉണ്ടാക്കുന്ന ആളിനാണ് ഞങ്ങൾ തേടുന്നത്. അപ്പൊ അതിൽ അതെ, പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അതായിരിക്കുമല്ലോ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലേ, ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കും. ഓക്കെ, നോക്കാം. ഓക്കെ, ഏലക്കപ്പൊടി ഇട്ട് പായസം തയ്യാറായി. ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് വറുത്ത് കോരാം. നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരി പായസത്തിലേക്ക് ചേർത്തിയിട്ടുണ്ട്. പായസം തയ്യാറായി കഴിഞ്ഞു. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ജഡ്ജസ് വന്ന് സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജഡ്ജസ് വന്ന് ടേസ്റ്റ് നോക്കും.